വിഴിഞ്ഞം തുറമുഖ പദ്ധതി വേഗത്തിലാക്കാൻ സർക്കാർ നിലപാട് തേടി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ കൊമ്പ് പുറത്ത് വി എസ് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും നിയമസഭയിൽ. ഉമ്മൻചാണ്ടിയും കൂട്ടരും കൊള്ളയടിച്ച വിഴിഞ്ഞം കരാറിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണമെന്ന് വി എസ് ആവശ്യപ്പെട്ടു. കേരളമല്ല, ഇന്ത്യയല്ല, ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രൊജക്റ്റാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇത് കടൽ വഴിയുള്ള ചരക്ക് നീക്കം വളരെ എളുപ്പമാക്കാൻ സഹായിക്കുന്നു. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് തന്നെ കേരളം കാത്തിരിക്കുന്നത് വമ്പൻ നേട്ടങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആയാൽ കൂടി പലർക്കും ഇന്നും ഇത്തരം പ്രൊജക്റ്റുകളിലൊന്നും യാതൊരു വിശ്വാസവുമില്ല എന്നത് മറ്റൊരു സത്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിന്റെ സാധ്യതകളാണ്. പണ്ട് വാസ്കോഡഗാമ മുതൽ ധാരാളം പേർ കച്ചവടത്തിനായി കേരളത്തിലെത്തിയിട്ടുണ്ട്. അവർ ഇവിടെ വന്ന് കുരുമുളക് പോലെ ഉള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ, പരുത്തി, മറ്റു ചരക്കുകളെല്ലാം കച്ചവടത്തിന്റെ ഭാഗമാക്കിയിരുന്നു. കോഴിക്കോട്, മുസിരിസ്, കൊല്ലം ഇതൊക്കെ ലോകം അറിയപ്പെടുന്ന ഏഷ്യയിലെ തന്നെ വലിയ തുറമുഖങ്ങളായിരുന്നു. ഇതിന്റെ സാധ്യതകളെ മനസ്സിലാക്കാത്ത പല സർക്കാരുകൾ വന്നുപോയി ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. ഇനി ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ ലോകത്തെ ചരക്കു നീക്കത്തെ വലിയ തരത്തിൽ തന്നെ സ്വാധീനിക്കാൻ നമുക്ക് ഈ പ്രൊജക്ട് വഴി കഴിയും. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചുറ്റപ്പെട്ട് പടിഞ്ഞാറ് അറബിക്കടലിനെയും കിഴക്ക് ബംഗാൾ ഉൾക്കടലിനെയും ചേർത്ത് നിർത്തി വളരെ തന്ത്രപ്രധാനമായ സ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിഴക്ക് പടിഞ്ഞാറ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിനെ ബന്ധിപ്പിക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി പ്രവർത്തിക്കാൻ കഴിയും. ഇങ്ങനെ വന്നാൽ സമുദ്ര ചരക്കു നീക്കത്തിന്റെ വലിയൊരു ശതമാനത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇത് പേർഷ്യ, ഗൾഫ്, ആഫ്രിക്ക, സൗത്ത് ഏഷ്യയെയും കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തമ്മിലുള്ള ചരക്കു നീക്കത്തിന് എടുത്തിരുന്ന സമയത്തിൽ കാര്യമായ കുറവ് വരുത്തും. അതുവഴി പല രാജ്യങ്ങളുടെയും ചരക്കു നീക്കത്തിൽ വലിയ ഒരു ഗുണം കേരളത്തിനും, അതായത് ഇന്ത്യക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ലഭിക്കും. ഇത് നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുവാദത്തോടെ കേരള സർക്കാരും അദാനി ഗ്രൂപ്പും ഒത്തുചേർന്നാണ്. അദാനിക്ക് ഇന്ന് ഇന്ത്യയിൽ തന്നെ നിരവധി പോർട്ടുകളുണ്ട്. ഇന്ന് വലിയ ഒരു ശതമാനം അവർ തന്നെയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. 2003 കോൺഗ്രസ് ഗവൺമെന്റ് ഈ പ്രൊജക്ടിന്റെ സാധ്യതാ പഠനം നടത്തി. 2008 കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഫോർമേഷൻ ഓഫ് വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡ് രൂപീകരിച്ചു. 2015 അദാനി ഗ്രൂപ്പ് പദ്ധതി നടത്താൻ താൽപര്യം അറിയിക്കുകയും പോർട്ട് നിർമ്മിക്കാൻ കോൺട്രാക്ട് ഉണ്ടാക്കുകയും ചെയ്തു. 2016 പണി ആരംഭിച്ചു. 2020 ബ്രേക്ക് വാട്ടേഴ്സിന്റെയും ബെർത്തിന്റെയും പണി അവസാനിച്ചു. 2023 പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുകയും ഓപ്പറേഷണൽ ലോഞ്ചും കഴിയുകയും ചെയ്തു. 3 വർഷം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക. ഇനിയും നഷ്ടം കൂടാതെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ എടുക്കണം. ഏറ്റവും ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഇതിന്റെ സൂത്രധാരന്മാരായ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ഞാൻ ശക്തിയായി ആവശ്യപ്പെടുകയാണ്. ബിൽ ചർച്ചയ്ക്കിടെ പ്രത്യേക പ്രസ്താവനയിലൂടെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി. ടെൻഡറിൽ പറഞ്ഞതിലും കൂടുതലായി ഒരു ആനുകൂല്യവും അദാനിക്ക് കൊടുത്തിട്ടില്ല. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി കഴിഞ്ഞ UDF ഗവൺമെന്റും ഞാനും പ്രവർത്തിച്ചു എന്ന് അറിയുണ്ടായി. സർ, അത് യാഥാർത്ഥ്യമല്ല, സത്യവുമായി ഒരു ബന്ധവുമുള്ളതല്ല. അതേസമയം VSന്റെ അന്വേഷണ ആവശ്യത്തിന് മറുപടി നൽകാൻ തുറമുഖ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തയ്യാറായില്ല. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. കൂടിക്കാഴ്ച ടെൻഡറിൽ അവ്യക്തതകളുണ്ടെന്ന വാദം അദാനി തള്ളി. ഘട്ടങ്ങൾ പറയുന്നതിന് മുൻപേ 2003 തുടങ്ങിവെച്ചത് അവസാനിച്ചത് 2023 അതിന് പ്രധാന കാരണം നാം പലരും കണ്ടുകാണും. പ്രദേശവാസികളുടെ പ്രശ്നങ്ങളും പല രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ മുതലെടുക്കാൻ ശ്രമിച്ചതുമാണ്. ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിലും സാധ്യതകൾ തുറന്നു കാണിക്കുന്നതിലും പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിലും സർക്കാർ അമ്പെ പരാജയപ്പെട്ടു. വികസനത്തിലും ജനങ്ങളെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും ഉപരി പല രാഷ്ട്രീയ പാർട്ടികളും മുതലെടുപ്പുകൾ കണ്ടു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനും ധാരാളം ഗുണങ്ങളുണ്ട്. അത് കേരള സർക്കാരിൻ്റെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായി ഉപയോഗിക്കാം. കേരളത്തിലേതായാലും വമ്പൻ ഫാക്ടറികൾ പണിത് വയ്ക്കാനുള്ള ഒരു ജിയോഗ്രഫി അല്ല ഉള്ളത്. അതിന് ടൂറിസം, ഹെൽത്ത് കെയർ, പോർട്ട് പോലെ വളരെ മികച്ച ആശയങ്ങളാണ് വേണ്ടത്. മദ്യം മാത്രമല്ല വരുമാന സ്രോതസ് എന്ന് മനസ്സിലാക്കണം. ഈ പ്രൊജക്റ്റ് നടപ്പായാൽ കേരളത്തിൽ പോർട്ട് ഓപ്പറേഷൻ, ലോജിസ്റ്റിക്സ്, അനുബന്ധ വ്യവസായങ്ങളിലൊക്കെ കൂടുതൽ നിക്ഷേപങ്ങൾ വരും. ഇത് ക്യാപിറ്റലിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അത് ഒരു സാമ്പത്തിക വളർച്ചയുടെ ഒരു പടിയായി കൂട്ടാം. ഇതിലൂടെ ആയിരക്കണക്കിന് പേർക്ക് നേരിട്ട് ജോലി ലഭിക്കും. ആ രംഗത്ത് സ്കില്ലുള്ളവർ, ദിവസേന വേതനത്തിന് ജോലി ചെയ്യുന്നവർ, ഡ്രൈവർ എന്നിങ്ങനെ അവസരങ്ങൾ നിരവധിയാണ്. പിന്നെയുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഇപ്പോൾ പല കേന്ദ്ര സഹമന്ത്രിമാരും പറയുന്നത് കേരളയിൽ ആവശ്യമില്ല, വേണമെങ്കിൽ പുതിയ റെയിൽവേ ട്രാക്ക് അനുവദിക്കാം എന്നാണ്. വ്യക്തി എന്ന നിലയ്ക്ക് ആവശ്യമേ അല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നമുക്ക് സംവിധാനമുണ്ട്. പിന്നെയും എന്തിന് ജനദ്രോഹം, പ്രകൃതി ദ്രോഹം എന്തിനടിച്ചേൽപ്പിക്കണം? ഒരു ഫ്ലഡ് എന്ന് പറയുന്നത് ഭീമാകാരനായി വന്ന് നമ്മൾ അനുഭവിച്ചതാണ്. ആ ഫ്ലഡിന്റെ ഒരു ജിയോമെട്രിയും എർഗണോമെട്രിക്സും ഒക്കെ നമ്മൾ പരിശോധിക്കും. ഇത് പൊട്ടത്തരമാണ്. ഞാൻ വേണമെങ്കിൽ ഇതിനു വേണ്ടി ഒരു പുതിയ വീഡിയോ ഇടാം. എന്നാൽ ഇവിടെ ആ സഹമന്ത്രി അങ്ങനെ പറയാൻ മറ്റൊരു കാരണമുണ്ട്. ഇവിടെ പോർട്ട് വന്നാൽ ഇന്ന് കേരളത്തിലുള്ള റെയിൽവേ ലൈൻ ഒന്നും പോരാ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ചരക്ക് എത്തിക്കാൻ.
തീർച്ചയായും അതിന് പുതിയത് നിർമ്മിക്കുക തന്നെ വേണം. അത് കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും അത് വരും. പിന്നെ ചരക്ക് നീക്കം ചെയ്യാനുള്ള ഒരു മാർഗമാണ് റോഡ്. ഇന്ന് വളരെ തകൃതിയായി ഹൈവേ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇത് തന്നെ കാരണം ഇതുവഴി ധാരാളം ജോലി നേരിട്ടല്ലാതെ പലർക്കും ലഭിക്കുന്നുണ്ട്. ഇനി ഈ പ്രൊജക്റ്റിനെ സാമ്പത്തികപരമായി നോക്കിയാൽ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 1 മില്യൺ TEU ആണ്. TEU എന്ന് പറഞ്ഞാൽ 20 ഫുട്ട് ഇക്വലന്റ് യൂണിറ്റ്സ്. കൂടാതെ നേരിട്ട് 2000 പേർക്ക് ജോലി, നേരിട്ടല്ലാതെ ഏകദേശം 10,000 പേരിൽ കൂടുതൽ പേർക്ക് ജോലി. ഇതെല്ലാം പൂർണ്ണ സജ്ജമായി വർക്ക് ചെയ്താൽ ഒരു കൊല്ലം ഏകദേശം 5,000 കോടിയിൽ മേലെ വരുമാനം ലഭിക്കും. ഏതൊരു പ്രൊജക്റ്റിനും ഉള്ളതുപോലെ ഇതിനും ചില പോരായ്മകളുണ്ട്. ഒന്ന്, അവിടെ ജീവിക്കുന്ന സാധാരണ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കൽ. അവരുടെ ജീവിതത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. മത്സ്യത്തൊഴിലാളികൾ കഴിയുമെങ്കിൽ പുതിയ ജോലി കണ്ടെത്തി കൊടുക്കണം, അല്ലെങ്കിൽ പുതിയ മേഖലയും താമസവും സജ്ജമാക്കണം. കടലേറ്റം കൂടുതലായതുകൊണ്ട് അതിനെ ചെറുക്കാനുള്ള വഴികൾ കണ്ടെത്തണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളതിൽ കുറച്ചൊക്കെ. ഓരോ വികസനം വരുമ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളും പൊരുത്തപ്പെടണം. എന്ന് വെച്ചാൽ എന്തിനും കൂട്ടു നിൽക്കണം എന്നല്ല. ഇന്ന് പല രാജ്യങ്ങളിലും ഓരോന്നിനും ഓരോ മാതൃകയുണ്ട്. നല്ല രീതിയിൽ നടപ്പാക്കണം എന്ന് മാത്രം. അല്ലാതെ ഒരു 10 കൊല്ലത്തിന് മുൻപ് ഇത് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.